മായ പ്രണാമം. കൃഷ്ണ, ചെറിയ പ്രാർത്ഥന. ജയ രാധ മാധവ, ജയ കുഞ്ച വിഹാരി, ജയ ഗോപിജനവല്ലഭ, ജയ ഗിരിവരധാരി, ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന, ജയ യമുനതിരാവനചാരി, ജയ രാധ മാധവ, ജയ കുഞ്ച വിഹാരി, ജയ ഗോപിജനവല്ലഭ, ജയ ഗിരിവരധാരി, ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന, യമുനാതിരാവനചാരി, യമുനാതിരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ജഗന്നാഥ്, ജയ ജയ ജഗന്നാഥ്, ജയ ജയ രാധ മാധവ, ജയ ജയ രാധ മാധവ, ജയ ജയ കൃഷ്ണ ബലറാം, ജയ ജയ കൃഷ്ണ ബലറാം, ജയ ജയ ഗൗരനിതായ്, ജയ ജയ ഗൗരനിതായ്, ജയ ജയ പ്രഭുപാദ് ശ്രീല പ്രഭുപാദ്, ജയ ജയ ഗുരുദേവ്, ജയ ജയ ഗുരുദേവ്, ജയ ജയ ഗുരുദേവ്, ജയ നമ. ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു സ്വാമി നമ. ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നമനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ശ്ലോകം ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 33-ാം ശ്ലോകമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം വായിക്കാം. അഥാചേത്തം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി, തഥാ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അഥാചേത്തം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി, തഥാ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അഥാചേത്തമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി, തഥാ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. ഈ ശ്ലോകത്തിന്റെ വാക്കുകളെ പറ്റി നമുക്ക് നോക്കാം. ഓരോ ശബ്ദത്തിന്റെ അർത്ഥം. അഥ അതുകൊണ്ട്, ത്വം നീ, ധർമ്മ്യം ധാർമ്മികമായ, ഇമം സംഗ്രാമം ഈ യുദ്ധത്തെ, ന കരിഷ്യസി ചേത് ചെയ്യുകയില്ലെങ്കിൽ, തഥാ പിന്നെ, സ്വധർമ്മം സ്വധർമ്മത്തെയും, കീർത്തിയും ച കീർത്തിയെയും, ഹിതാ ജയിച്ചിട്ട്, പാപം പാപത്തെ, അവാപ്സ്യസി ഭാവിക്കും. ശീല പ്രഭുപാദർജി കി ജയ്. ഭാവാർത്ഥം വിവർത്തനത്തിനും ഭാവാർത്ഥത്തിനും കി ജയ്.
വിവർത്തനം വായിക്കാം. അല്ല, ധാർമ്മികമായ ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിലോ സ്വന്തം കടമ നിറവേറ്റാതിരുന്നത് കൊണ്ട് നീ തീർച്ചയായും പാപം കൈയേൽക്കും. യുദ്ധവീരൻ എന്ന നിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും. ഭാവാർത്ഥം: അർജുനൻ ഒരു പ്രശസ്ത യോദ്ധാവാണ്. അദ്ദേഹം അനേകം ദേവന്മാരെ, പരമശിവനെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ച് കീർത്തി നേടിയിട്ടുണ്ട്. കാട്ടാള വേഷധാരിയായ പരമശിവനെ പൊരുതി തോൽപ്പിച്ച ശേഷം പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്നും പശുപതാസ്ത്രം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു മഹായോദ്ധാവാണെന്ന് എല്ലാവർക്കും അറിയാം. ദ്രോണാചാര്യനും ആശീർവദിച്ച് ഗുരുവിനെ പോലും ഹിംസിക്കാൻ കഴിവുള്ള ഒരു സവിശേഷ ആയുധം അർജുനന് സമ്മാനിച്ചിരുന്നു. പിതാവായ ദേവേന്ദ്രൻ ഉൾപ്പെടെ അസംഖ്യം പ്രാമാണികരിൽ നിന്ന് വിജയോപഹാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ ക്ഷത്രിയ എന്ന നിലയിൽ നിനക്കുള്ള കടമ നിറവേറ്റിയില്ലെന്ന് വരും. അതിനു പുറമെ ഇതേവരെ നേടിയ സൽകീർത്തിയും നഷ്ടപ്പെടും. നിനക്ക് നരകത്തിലേക്ക് വഴിയൊരുക്കലാവും അത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, യുദ്ധം ചെയ്യുന്നത് കൊണ്ടല്ല, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൊണ്ടാണ് അദ്ദേഹത്തിന് നരകം പോകേണ്ടി വരുന്നത്. ഹരേ കൃഷ്ണ. എന്താ പറ്റൂ? കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. കേൾക്കാവോ? ഹരേ, ശരി. എല്ലാവർക്കും കേൾക്കാം. അപ്പൊ അങ്ങനെ ഇതായിരുന്നു ഭാവാർത്ഥത്തിൽ പറഞ്ഞത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സുഖദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാൻച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി പ്രണമാമി ഹരിപ്രിയേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. പാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഇന്നത്തെ ശ്ലോകം ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സന്ദർഭമൊക്കെ എന്താണെന്നുള്ളത്. യുദ്ധക്കളത്തില് രണ്ട് സൈന്യങ്ങളുടെയും മധ്യേ അല്ലെ നടുവിൽ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടെ അവിടെ നിൽക്കുന്നു. അപ്പൊ അർജുനനുണ്ടായ ചെറിയൊരു പ്രശ്നം, ഏതോ ഒരു മാനസികമായിട്ട് വിഭ്രാന്തി ഉണ്ടായതുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്യുന്നില്ലെന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നു. അതേ വില്ലും അമ്പമൊക്കെ താഴെ വെച്ചിട്ട് കൃഷ്ണനോട് പറയുന്ന കാര്യം. അപ്പൊ അങ്ങനെ കൃഷ്ണൻ അവിടെ നിന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ നിന്നിട്ട് അദ്ദേഹത്തിന് വളരെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഉപദേശങ്ങൾ അദ്ദേഹത്തിന്റെ അർജുനന്റെ പ്രയാസങ്ങളും അദ്ദേഹം ചിന്തിക്കുന്നതിനെ പറ്റിയും ഒക്കെ ശ്രീകൃഷ്ണനോട് പറയുന്നു. അതൊക്കെ കേട്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ 1-ാം അധ്യായവും 2-ാം അധ്യായത്തിൽ തുടക്കത്തിലും
കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിഷ്യനായിട്ട് അർജുനൻ മാറുകയാണ്. അവിടെ അർജുനൻ കൃഷ്ണ ഭഗവാന് അർജുനനെ ശ്രീകൃഷ്ണ ഭഗവാനെ അർപ്പിക്കുന്നു. അതായത് ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് പറയുന്നത് എന്താ കൃഷ്ണൻ എന്ന് പറയുന്നത്, കൃഷ്ണൻ എന്താ പറയുന്നത് അനുസരിച്ച് ചെയ്യാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അത് നമ്മുടെ 2-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം അർജുനൻ കുറച്ച് പ്രയാസങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കുറെ കാര്യങ്ങൾ പറയുന്നു. ഭഗവാൻ പറയുന്നു, ആത്മതത്വത്തെ പറ്റി പറയുന്നു, ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു, ആത്മാവിൻ്റെ ഗുണഗണങ്ങളെ പറ്റി ഉപദേശിക്കുന്നു. ഇവിടെ നിത്യമായിരിക്കുന്നത് നിത്യമായി എന്താണെന്നുള്ളതും താൽക്കാലികമായിട്ട് എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആത്മാവ് എന്താണ്, പദാർത്ഥം എന്താണ്, ഇതൊക്കെ പറയുന്നു. സാഖ്യയോഗത്തെ പറ്റി പറയുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയും ഉപദേശിച്ചു കൊടുക്കുന്ന വർണ്ണാശ്രമ വ്യവസ്ഥയിൽ കൂടെ ഏത് വിധത്തിൽ അർജുനനെ ഉത്തേജിതനാക്കാം, അതായത് യുദ്ധക്കളത്തിൽ തൻ്റെ ഇടപാട്ടിൽ നിന്ന് യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തി അർജുനൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർണ്ണാശ്രമ വ്യവസ്ഥയിൽ കൂടി, അതായത് വർണ്ണാശ്രമ വ്യവസ്ഥ എങ്ങനെയാണ്, ആ വർണ്ണങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രവൃത്തി ചെയ്യാനുള്ളതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ അർജുനൻ യഥാർത്ഥത്തിൽ ഒരു ക്ഷത്രിയനാണ്. അപ്പൊ ആ ക്ഷത്രിയന് വേണ്ടുന്ന ഗുണങ്ങൾ ഒക്കെ അർജുനന് അറിയാം, അല്ലെങ്കിൽ അത് കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കാം. അപ്പം അവനവന്റെ സ്വഭാവം, അവനവന്റെ ധർമ്മം, ആ ധർമ്മം അനുസരിച്ചിട്ടുള്ള കടപ്പാട് എന്താണെന്നുള്ളത് അർജുനനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അർജുനനെ യുദ്ധസന്നദ്ധനാക്കാനാണ് ശ്രമിക്കുന്നത്. അർജുനൻ അല്ലെങ്കിലും ഒരുപാട് കീർത്തിയുള്ള വ്യക്തി തന്നെയാണ്. വലിയ അസ്ത്രവിദ്യയിൽ ഏറ്റവും കേവപ്പെട്ട ആളാണ്. പിന്നെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അസ്ത്രവിദ്യ സമയത്ത് തന്നെ ദ്രോണർ അദ്ദേഹത്തിന് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ശിഷ്യത്വം നടക്കുന്ന സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഗുരുവിന് ദ്രോണർക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് സ്പെഷ്യൽ അസ്ത്രം, അതായത് അസ്ത്രവിദ്യ സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. അപ്പം അങ്ങനെ അദ്ദേഹം ദേവേന്ദ്രൻ്റെ അടുത്ത് പോവുകയും ദേവേന്ദ്രനിൽ നിന്നും വളരെ കീർത്തി മേടിക്കുകയും ദേവേന്ദ്രന് വേണ്ടി വരെ യുദ്ധം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അർജുനൻ. അതുപോലെ ശിവഭഗവാന്റെ അടുത്ത് നിന്നും അസ്ത്രം മേടിച്ചിട്ടുണ്ട്, ആയുധം മേടിച്ചിട്ടുണ്ട്. പശുപതാസ്ത്രം ശിവഭഗവാനിൽ നിന്നും വാങ്ങിയതാണ്. അത് പ്രധാനപ്പെട്ട ഒരു അസ്ത്രമാണ്. അതിനുവേണ്ടി അദ്ദേഹം, ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, പശുപതാസ്ത്രം വാങ്ങിക്കാനുള്ള കഥ. അതിനുവേണ്ടി പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സ്ഥലത്ത് പോയിട്ട്, അതായത് ഇന്ദിര കില എന്ന സ്ഥലത്ത് പോയി, അവിടെ ഒരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിന്റെ ഭഗീരഥ നദിക്ക് സമീപമുള്ളതാണ് ഈ കുന്ന്. ആ ഭഗീരഥ നദിയുടെ അടുത്ത് നിന്നിട്ട് ശിവഭഗവാന്റെ ഒരു ശിവലിംഗം ഉണ്ടാക്കി മണ്ണുകൊണ്ട് അത് വെച്ചിട്ട് അദ്ദേഹം അവിടെ തപസ് ചെയ്തു. ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നുണ്ട്. ഒറ്റക്കാലിൽ നിന്ന് തപസ് വർഷങ്ങളായി ചെയ്തു. അത് ചെയ്ത സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ തപസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു കരടി എത്തപ്പെടുന്നു. കരടിയെ കണ്ടിട്ട് അർജുനൻ അമ്പെയ്യുന്നു. അമ്പെയ്യുന്ന സമയത്ത് ഇത് ശിവഭഗവാൻ കാണുന്നുണ്ട്. ശിവഭഗവാൻ കണ്ടിട്ട് ഈ സമയം തന്നെ അർജുനനെ പരീക്ഷിക്കാനുള്ള സമയം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹവും ആ കരടിക്ക് നേരെ ഒരു അമ്പെയ്യുന്നുണ്ട്. അമ്പെയ്തപ്പോ ആ കരടിയുടെ വായിൽ തന്നെ അമ്പ് കൊള്ളുന്നു. അപ്പൊ അങ്ങനെ ആ കരടി അവിടെ മരിച്ചു വീഴുന്നു.
അപ്പൊ അവര് തമ്മിൽ തർക്കം ഉണ്ടാകുന്നു. ഈ ശിവഭഗവാൻ ഒരു കാട്ടാളന്റെ വേഷത്തിലായിരുന്നു അവിടെ നിന്നത്. അതുകൊണ്ട് അർജുനന് മനസ്സിലായില്ല ഇത് ശിവഭഗവാനാണോ ആരാണെന്നുള്ളത്. അങ്ങനെ അവർ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു. ആ യുദ്ധത്തിൽ അർജുനൻ ശിവഭഗവാനെ തോൽപ്പിക്കുന്നുണ്ട്. അപ്പം മനസ്സിലായി ശിവഭഗവാനെ ഈ എൻ്റെ പശുപതാസ്ത്രം പ്രയോഗിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് അർജുനൻ എന്ന്. അപ്പൊ അങ്ങനെ ശിവഭഗവാന്റെ അടുത്ത് നിന്ന് പശുപതാസ്ത്രവും വാങ്ങി വിജയശ്രീ ലാളിതനായിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് വിദ്വാനാണ് ഈ അർജുനൻ. അങ്ങനെയുള്ള അർജുനൻ ഇവിടെ യുദ്ധ സമയത്ത് താഴെ ഇരിക്കുക എന്ന് പറഞ്ഞത് യുദ്ധം കൈപൊക്കി താഴെ ഇരിക്കുക, അതായത് അസ്ത്രങ്ങളും അമ്പും വില്ലും ഒക്കെ താഴെ ഇട്ടിട്ട് താഴെ ഇരിക്കുക. അപ്പൊ അങ്ങനെയാണ് കൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. കൃഷ്ണ എവിടെ ഉണ്ടല്ലോ? ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? എല്ലാരും കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ പറയുന്നത്? ആരുമില്ല. ഹരേ കൃഷ്ണ. മാതാജിമാർ 12 പേരുണ്ട് ഇവിടെ, പക്ഷെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടല്ലോ? ശരി മാതാജി. അപ്പൊ അങ്ങനെ അത്രയ്ക്ക് വിദ്വാനായ വില്ലാളി വീരൻ എല്ലാം കൊണ്ടും പാണ്ഡവരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനാണ് അർജുനൻ. അപ്പൊ ആ അർജുനനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ അതിനകത്ത് ഈ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, അധത്വം ധർമ്മ്യ അധച്ഛേത്വമിതം അധച്ഛേത്വം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തഥാ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ, ഈ ധർമ്മയുദ്ധം നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് നിന്റെ കീർത്തിയും നഷ്ടപ്പെടും, അതുപോലെ തന്നെ നരകത്തിൽ പോവുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ യുദ്ധം ചെയ്യണം. അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ ഈ സ്വധർമ്മം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സ്വധർമ്മം, ക്ഷത്രിയന് സ്വധർമ്മം എന്ന് പറയുന്നത് എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഇപ്പൊ ഇതാണ് ലാസ്റ്റ് അവനവന്റെ കുലത്തിന് ദോഷമുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ് ഈ ഒരു ക്ഷത്രിയൻ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അതും പറഞ്ഞു കൊടുക്കാണ്, നീ ഇങ്ങനെ ക്ഷത്രിയനായ ഒരു വില്ലാളി വീരനാണ്. അപ്പോൾ അതുകൊണ്ട് നിന്റെ ജോലി, നിന്റെ ഡ്യൂട്ടി, സ്വധർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധം ചെയ്തില്ലെങ്കിൽ 2 വിധത്തിലുള്ള കുഴപ്പങ്ങൾ നിനക്കുണ്ടാവും. ഇതുവരെ ഉണ്ടായിട്ടുള്ള കീർത്തി, അർജുന് പല കീർത്തികൾ കിട്ടിയിട്ടുണ്ട്. ഇതേമാതിരി ഞാൻ ഇപ്പൊ പറഞ്ഞ മാതിരി വലിയ ഭഗവാന്മാരിൽ നിന്നൊക്കെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള കീർത്തി, അതുകൂടാതെ യുദ്ധത്തിലും അദ്ദേഹം സമർത്ഥനാന്ന് കാണിച്ചിട്ടുണ്ട്. ഇവരൊക്കെ അജ്ഞാതവാസം നടക്കുന്ന സമയത്ത് ഉത്തര എന്ന് പറയുന്ന രാജാവിന്റെ അടുത്ത് താമസിക്കുന്ന സമയത്ത് ഈ ദുര്യോധനാദികൾ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ പശുക്കളെ എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി ചെയ്യുന്നുണ്ട്. അപ്പൊ അന്നേരം അർജുന ഒറ്റയ്ക്ക് പോയി ഉത്തരയുടെ മകൻ, ഉത്തര എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെയും കൂടെ കൂട്ടി തേരിൽ വലിച്ചു കയറ്റി കൊണ്ടുവന്നിട്ട് ഈ വന്ന ജയദ്രഥന്മാതിയുള്ള അവരുടെ നമ്മുടെ കൗരവരുടെ ആ പടയൊക്കെ അദ്ദേഹം ഒറ്റയ്ക്ക് തോൽപ്പിച്ച് അവർ പശുവിനെ തിരിച്ച് കൊണ്ട് അവരുടെ ആലയത്തിൽ കൊടുത്ത വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ പല കീർത്തി അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്. അത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെ പറ്റി വളരെ കീർത്തികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ യുദ്ധത്തിൽ ക്ഷത്രിയനായ വ്യക്തി ആ ക്ഷത്രിയ ധർമ്മം ഉപേക്ഷിച്ച് തിരിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധം ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന കീർത്തി
കീർത്തിഭംഗം, അതായത് ഇത്രയും കീർത്തിയുള്ള ഒരാള് യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ് മാറുകയാണെന്ന് പറഞ്ഞാൽ അത് മഹാപാപമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് വിധത്തിലുള്ള കുഴപ്പം ഇദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് കൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. കീർത്തിയും ഇല്ലാതാവും. ഇദ്ദേഹം വളരെ കീർത്തിമാനാണല്ലോ. നമുക്കറിയാം, അന്ന് ദ്രൗപദി സ്വയംവരത്തിലൊക്കെ ഭയങ്കരമായിട്ട് അമ്പിന്റെ വിദ്യ കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള പല കീർത്തികൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആ കീർത്തിയൊക്കെ നാണം കെട്ടുപോകും, അതായത് അതിലൊക്കെ ഇല്ലാതാവും. അതുപോലെ തന്നെ പാവം അർജുനന് യുദ്ധ ആരംഭത്തിൽ തന്നെ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ ഗുരുക്കന്മാരെയും എൻ്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ ചെയ്താൽ എനിക്ക് നരകത്തിൽ പോകേണ്ടി വരത്തില്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് പകരമായിട്ട് പറയുന്നത്, ഈ യുദ്ധം ക്ഷത്രിയനായ നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ നിനക്ക് ആണ് നരകത്തിൽ പോകേണ്ടതായിട്ട്. യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിനക്ക് യാതൊരു കുഴപ്പവുമില്ല. അത് പോരായെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന അനുസരിച്ചാണ് യുദ്ധം ചെയ്യുന്നത്. ഏത് കർമ്മവും കൃഷ്ണ ഭഗവാൻ പറയുന്ന അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പാപം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ക്ഷത്രിയൻ എപ്പോഴും ശക്തിമാനായിരിക്കണം. അല്ലെങ്കിൽ ക്ഷത്രിയന്റെ ചുമതല എന്ന് പറയുന്നത് ശക്തിയായിട്ട് അവന്റെ ശാരീരികമായാലും ശരി മാനസികമായാലും ശരി അങ്ങനെ ഏത് വിധത്തിലും അദ്ദേഹം വളരെ ശക്തിമാനായിരിക്കണം. കാരണം അയാൾ രാജ്യം ഭരിക്കുമ്പോൾ, ആ വ്യക്തി രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്തിലുള്ള പ്രജകളെ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെയാണോ ഭക്തരുടെ താല്പര്യങ്ങൾ നോക്കുന്നത്, അതേമാതിരി ആ ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രജകളുടെ ക്ഷേമം ശ്രദ്ധിക്കേണ്ട വ്യക്തിയാണ് ഈ ചക്രവർത്തി എന്ന് ക്ഷത്രിയൻ എന്ന് പറയുന്ന ക്ഷത്രിയൻ. അപ്പൊ അങ്ങനെ രാജാവും ഒരു ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അതായത് അദ്ദേഹം ചുമതലപ്പെടുത്തിയ വ്യക്തി തന്നെയാണ് രാജാവ് ഓരോ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടിയിട്ടും. അപ്പം ഭഗവാന്റെ സംരക്ഷണം സാധാരണക്കാർക്ക് എങ്ങനെ ഉണ്ടാകുന്നോ അതേമാതിരി തൻ്റെ പ്രജകളെയും സംരക്ഷിക്കേണ്ട ചുമതലയുള്ള വ്യക്തിയാണ് ഈ ക്ഷത്രിയ രാജാവ് എന്ന് പറയുന്നത്. ക്ഷത്രിയനായ രാജാവ്, ആ പ്രജകളെ ഭരിക്കുന്ന രാജാവ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ശക്തി ഉള്ളവനായിരിക്കണം. ശക്തിയില്ലെങ്കിൽ രാജാക്കന്മാരെ ആരും അനുസരിക്കുകയില്ല. അത് ഇന്നായാലും ശരി അന്നായാലും ശരി. ഇന്നും ശക്തിയുള്ള രാഷ്ട്രങ്ങളെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ന് റഷ്യ, അമേരിക്ക ഒക്കെ പേരുകേട്ട രാഷ്ട്രങ്ങളാണ്. അപ്പോൾ അവരുടെ അടുത്ത് എല്ലാ വിധത്തിലുള്ള ബോംബും എല്ലാം അറ്റാക്ക് ചെയ്യാനുള്ള പ്ലെയിനും അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരെ ഭയപ്പെടുന്നു. അതുപോലെ പണ്ടൊക്കെ നമ്മുടെ ഭാരതത്തിൽ ഇത്ര നുഴഞ്ഞുകയറ്റം ഉണ്ടായില്ലേ? നമ്മളെ ഹിന്ദുക്കളെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മറ്റേ വെളി രാഷ്ട്രങ്ങളിൽ ആൾ വന്ന് നമ്മളെ ഭരിക്കാൻ തുടങ്ങി. അപ്പൊ അത് നമുക്കന്ന് ശക്തിയില്ലായിരുന്നു. ആ ശക്തിഹീനരായ രാജാക്കന്മാരെ അല്ല രാഷ്ട്രത്തെയോ ആരും ഭയപ്പെടുകയില്ല. അതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന വ്യക്തിക്ക് ശക്തി ഉണ്ടാവണം. അതുപോലെ രാഷ്ട്രത്തിൻ്റെതായ ശക്തിയും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ജനങ്ങളെ വേണ്ട വിധത്ത് നയിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒരു രാജാവിന് സാധിക്കും, അല്ലെങ്കിൽ ഭരണകർത്താവിന് സാധിക്കും. അതുപോലെ തന്നെ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ഒരു 4 വിഭാഗങ്ങളുണ്ട്. ക്ഷത്രിയന്, ബ്രാഹ്മണന്, ക്ഷത്രിയന്, വൈശ്യന്, ശൂദ്രൻ. ഇവർക്ക് എല്ലാവർക്കും ഓരോരോ പ്രത്യേക ജോലികളാണ്. ബ്രാഹ്മണർക്ക് വേദങ്ങൾ അഭ്യസിപ്പിക്കുകയും ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നടത്തുകയും അതുപോലെ തന്നെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് അവർക്ക്. ആത്മീയപരമായിട്ട് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട ബ്രാഹ്മണ ചുമതലയാണ്. അതുപോലെ ക്ഷത്രിയന് രാജ്യഭരണം, അതുപോലെ നമ്മുടെ പ്രജകളെ ശ്രദ്ധിക്കുക, രാജ്യത്തെ രക്ഷിക്കുക, ഇതൊക്കെയാണ് അവരുടെ ചുമതല. അതുമാതിരി വൈശ്യർക്കാണ് ഗോരക്ഷ, കൃഷി, അതുപോലെ വാണിജ്യം, അങ്ങനെയൊക്കെയുള്ള അത് സാമ്പത്തികമായിട്ട് നമ്മുടെ രാജ്യത്തിന് എന്ത് ആവശ്യമുണ്ടോ അത് ഉൽപ്പാദിപ്പിക്കുകയാണ് വൈശ്യരുടെ ചുമതല. ഈ 3 വിഭാഗത്തിനെയും
സഹായിക്കുക എന്നുള്ളതാണ് ശൂദ്രരുടെ ചുമതല. അങ്ങനെ ഓരോ വിഭാഗത്തിനും ഓരോ കർത്തവ്യമുണ്ട്. അപ്പൊ ഓരോ കർത്തവ്യം അവർക്ക് വിവേചിച്ചു കൊടുത്തിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഗുണം, ഓരോരുത്തരുടെ ഗുണം അനുസരിച്ച് ഈ ഓരോ ആര് പ്രവർത്തിച്ചാലും ശരി, ഇത് പ്രകൃതിയുടെ ഗുണം അനുസരിച്ചാണ്. പ്രകൃതിയുടെ ഗുണങ്ങൾ 3 വിധത്തിലുള്ള ഗുണമുണ്ട്: തമഗുണം, സത്വഗുണം, രജഗുണം. ഈ ഗുണങ്ങളുടെ പ്രഭാവത്താലാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അതുപോലെ ഭഗവാന്റെ അനുഗ്രഹവും. അപ്പൊ അങ്ങനെ ഓരോ വ്യക്തികളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ നമ്മുടെ ഓരോ പ്രജകളിലെ ഓരോ വ്യക്തികളും, അത് പ്രജയായാലും ഭരണാധികാരിയായാലും ആരായാലും ശരി, ഓരോരുത്തർക്കും ഈ ഗുണാനുസരണം അവരുടെ സ്വഭാവത്തിനും വ്യത്യാസം വരും, അവരുടെ പ്രവർത്തനത്തിലും വ്യത്യാസം വരും. നമ്മൾ ആധുനിക കാലത്ത് എല്ലാവരും പറയും ഒരു വ്യത്യാസമില്ല, ഒന്നിലും ഒന്ന്. പക്ഷെ അങ്ങനല്ല. ഒരു സത്വഗുണത്തിലുള്ള ആളിന്റെ പ്രവൃത്തിയും രജഗുണത്തിലുള്ള ആളിന്റെ പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ കോടിക്കണക്കിന് പണമുള്ള ഒരു വ്യക്തിയും ഒന്നുമില്ലാത്ത വ്യക്തിയായിട്ടും വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ആ വ്യത്യാസം അവനവന്റെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നതാണ്. ആ പ്രവൃത്തി ചെയ്യിക്കുന്നത് പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ്, 3 ഗുണങ്ങളാണ്. ആ ഗുണമനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഓരോരുത്തർക്ക് പണമുള്ള പാർട്ടി ഇരിക്കുന്നുണ്ട്. അവര് അധ്വാനിച്ചിട്ട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് അവരുടെ ആ ഗുണം, വൈശ്യന്റെ ഗുണം അനുസരിച്ച് വാണിജ്യം സംബന്ധമായ ഗുണം ചെയ്തിട്ടുകൊണ്ടാണ് അവർക്ക് പണം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു സത്വഗുണത്തിലുള്ള തമോ ഗുണത്തിലുള്ള ഒരു വ്യക്തിക്ക് പൈസ ഉണ്ടാവില്ല. കാരണം തമോ ഗുണപ്രിയന് ആലസ്യതയാണുള്ളത്. അതുപോലെ തന്നെ ശരിക്കും ആത്മാർത്ഥമായി ജോലി ചെയ്യാനുള്ള മനസ്സില്ല. അപ്പൊ അങ്ങനെ നിത്യം ജോലി ചെയ്യാതിരുന്നാൽ അവന് പുരോഗതി ഉണ്ടാകത്തില്ല, വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ അതൊക്കെ കൊണ്ട് ആ തമോ ഗുണികളായ വ്യക്തികള് എന്നും ഇങ്ങനെ പ്രയാസപ്പെട്ടും വിഷമിച്ചും ഒരു ജീവിതം നയിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ജനങ്ങൾക്കെല്ലാം തന്നെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ബ്രാഹ്മണർക്കായാലും പ്രശ്നമുണ്ട്. ബ്രാഹ്മണർ ഇങ്ങനെ വിദ്യാഭ്യാസം ചെയ്യിക്കണമെങ്കിൽ അവർക്ക് ശരിക്കും സത്വഗുണത്തിലുള്ളവർ മാത്രമേ അത് ചെയ്യിക്കാൻ പറ്റൂ. വിദ്യാഭ്യാസപരമായി വരാൻ, ആത്മീയമായിട്ട് വരാൻ സത്വഗുണമുള്ളവർക്ക് മാത്രമേ പറ്റൂ. സത്വഗുണവും അല്പം രജോ ഗുണം അവരുടെ അടുത്തുണ്ട്. അതുകൊണ്ട് അവരെ ബ്രാഹ്മണരായിട്ട് മാറ്റി. അതേപോലെ ക്ഷത്രിയരാണെങ്കിൽ രജോ ഗുണവും അല്പം സത്വഗുണം അവരുടെ അടുത്തുണ്ട്. അതുകൊണ്ട് അവരെ രജഗുണങ്ങളായി ക്ഷത്രിയരെ മാറ്റി. അതുമാതിരി വൈശ്യരെ ആവുമ്പോൾ അവരുടെ അടുത്ത് കുറെ രജഗുണവും കൂടുതലായിട്ട് രജഗുണവും അല്പം സത്വഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. അതുകൊണ്ട് അവർ ഈ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ വൈശ്യരാക്കി. ഈ സത്വഗുണം തമോ ഗുണമുള്ളവരെ, തമോ ഗുണം കൂടുതലും മറ്റൊരു ശകലം രജഗുണമുള്ളവരാണ് ഈ തമോ ഗുണത്തിൽ ഉള്ളവര്, അതായത് ശൂദ്രരുടെ വിഭാഗത്തിൽപ്പെട്ടവര്. ശൂദ്രർക്കും തമോ ഗുണത്തിലേക്ക് മാറ്റിയിട്ട് രജഗുണത്തിലേക്കും സത്വഗുണത്തിലേക്കും ഉയരാൻ സാധിക്കും. അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മാർഗം നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള മാർഗം, സത്വഗുണത്തിലോട്ട് വരണമെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വരണം. ആത്മീയതയിൽ ഉയരുകയാണെങ്കിൽ നമുക്ക് സത്വഗുണത്തിൽ എത്താൻ സാധിക്കും. അപ്പൊ ഏത് ഗുണത്തിൽപ്പെട്ടവനായാലും ശരി സത്വഗുണത്തിലോട്ട് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ശുദ്ധ സത്വഗുണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, മറ്റ് യാതൊരു ചിന്തകളുമില്ലാതെ ഭഗവാൻ മാത്രം, ഭഗവാന്റെ പ്രേമം ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ശുദ്ധ സത്വഗുണത്തിലുള്ളവർ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഓരോ വ്യക്തികളും ഓരോ എല്ലാവർക്കും ഓരോ ഗുണം അനുസരിച്ച് അവരുടെ പ്രവൃത്തിയിലും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഗുണം അനുസരിച്ചിട്ടാണ് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. സത്വഗുണം ഉള്ളവരാണ് നല്ല രീതിയിൽ പോകുന്നത്. അപ്പൊ ഓരോ ഗുണത്തിൻ്റെയും കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഗുണത്തിന്റെ അനുസരിച്ചിട്ടാണ് മനുഷ്യർക്ക് സ്വഭാവം ഉണ്ടാകുന്നത്. അപ്പൊ അത് ശ്രീകൃഷ്ണ ഭഗവാൻ അതാണ് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. നീ ക്ഷത്രിയനാണ്, നിനക്ക് രജോഗുണമാണ് ഉള്ളത്. അതുകൊണ്ട് ക്ഷത്രിയന്റെ ജോലി, ക്ഷത്രിയന്റെ സ്വധർമ്മം
എന്ന് പറയുന്നത് യുദ്ധമാണ്. അപ്പം നിനക്ക് യുദ്ധം സുധർമ്മം, സ്വകർമ്മം, അവനവൻ്റെ നിയത ഡ്യൂട്ടി, കൊടുത്തിട്ടുള്ള ഭഗവാൻ നിശ്ചയിച്ച് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടി അത് ചെയ്തില്ലെങ്കിൽ പാപം ഉണ്ടാകും. അതുപോലെ തന്നെ കീർത്തിയും നഷ്ടപ്പെടും. കീർത്തി എന്ന് പറഞ്ഞാൽ ഒരു രാജവംശത്തിൽ ജനിച്ച ക്ഷത്രിയൻ ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് തിരിച്ചോടി പോവില്ല, യുദ്ധം വേണ്ടെന്ന് പറഞ്ഞു പോവില്ല. അപ്പൊ അവർക്ക് യുദ്ധം ചെയ്യുന്നതാണ് താല്പര്യം. അതിനെയും മരിച്ചാലും ശരി മരിച്ചില്ലെങ്കിലും ശരി അവർക്ക് അതുകൊണ്ട് ദോഷം വരാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ക്ഷത്രിയന്റെ ചുമതലയിൽ നിന്നും മാറാനുള്ള ആ വ്യഗ്രത അർജുനന്റെ, അത് ശരിയല്ല. അങ്ങനെ മാറിയാൽ നിനക്ക് പാപവും അനുഭവിക്കേണ്ടി വരും, അതുപോലെ തന്നെ കീർത്തി നിന്റെ നഷ്ടമാകുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്, ഈ നമ്മുടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞു മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ കുടുംബസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാറ്റസ് അത് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ജോലി ചെയ്യാനുള്ള ആർജവം ഉണ്ടാകും. അത് സ്വയമേ ഉള്ള കാര്യമാണ്. നീ ഇന്ന വർഗത്തിൽപ്പെട്ടതല്ലോ, നീ ഇന്റെ പണി ഇതാണെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാനുള്ള, ഇങ്ങനെയാണോ ഒരു ക്ഷത്രിയൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ക്ഷത്രിയന്റെ ധർമ്മം നീ അറിയത്തില്ലേ, നീ അതുകൊണ്ട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അർജുനൻ തീർച്ചയായിട്ടും എഴുന്നേക്കും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ഉപദേശിക്കുന്നത്, അവനവന്റെ സ്വധർമ്മത്തെ ഉത്തേജിപ്പിക്കാൻ. സ്വധർമ്മം അതായത് എത്രയായാലും കുലത്തിനെ പറ്റി പറഞ്ഞാൽ ഇപ്പൊ തന്നെ കുലത്തിനെ പറ്റി എന്തെങ്കിലും ദോഷമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർക്കാരും ദേഷ്യം വരും. അതുപോലെ ഇന്ന കുലത്തിൽപ്പെട്ട ആൾ ഇന്ന ജോലി നീ ചെയ്യാൻ നീ സമർത്ഥനാണല്ലോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് ജോലി ചെയ്യും. അതുപോലെ തന്നെ അതേ തന്ത്രമാണ് ഇപ്പൊ ഭഗവാൻ അർജുനന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും നിർദ്ദേശിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ ഓരോരുത്തരും ഏതവസ്ഥയിലും ചെയ്യണം എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. തൻ്റെ കർത്തവ്യം നിറവേറ്റണമെന്നും അതാണ് ഭഗവാന്റെ ആവശ്യം, ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരവർക്ക് കൊടുത്തിട്ടുള്ള ധാർമ്മികമായ കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ ഇന്നത്തെ നിലയിൽ നിന്നും അല്പമെങ്കിലും ഉയരാൻ സാധിക്കും. എല്ലാ വ്യക്തികളെയും ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കണമെന്നുള്ളതാണ് ഭഗവാന്റെ ചിന്ത. അതുകൊണ്ടാണ് ഭഗവാൻ എല്ലാവരെയും ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നത്. കാരണം അവനവന്റെ കർമ്മം, അവനവന്റെ നിയത കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ അവന്റെ ഇന്നത്തെ രീതിയിൽ നിന്നും ഉയരാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ എന്നും ഇങ്ങനെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിച്ച് മരിക്കുക, പിന്നെ ജനിക്കുക, പിന്നെ മരിക്കുക, ഇങ്ങനെ ഓരോ വിധത്തിലുള്ള ശരീരങ്ങളും സ്വീകരിച്ച് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഉയരാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ലക്ഷ്യം, ഒരു ജീവാത്മാവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് സന്നിധിയിൽ എത്തുക എന്നുള്ളതാണ്. ഭഗവാന്റെ അടുത്തെത്തുക, ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഭഗവത് സേവനത്തിലേക്ക് നമുക്ക് എത്തപ്പെടണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ജോലി, അതായത് ഓരോ വ്യക്തിക്കും നിർദ്ദേശിച്ചിട്ടുള്ള ജോലി ആത്മാർത്ഥതയോടും ഭഗവാനെ ചിന്തിച്ചുകൊണ്ടും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഉയർന്ന നിലയിലേക്ക് പോകാൻ പറ്റൂ. ഈ നമ്മൾ അവിടുന്ന് ഭഗവാനുമായിട്ട് ശകലം അഭിപ്രായ വ്യത്യാസത്തിലാണ് ഈ ഭൗതിക ലോകത്തിൽ എത്തിയിരിക്കുന്നത്. ആ ഭൗതിക ലോകത്തിൽ എത്തിയെങ്കിലും ശരി ഈ ഭഗവാൻ നമ്മളെ തിരിച്ചെടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവനവന്റെ കർത്തവ്യം ചെയ്യണം എന്ന് അർജുനനെ പോലുള്ളവർക്കും ഓരോ വ്യക്തികൾക്കും ഭഗവാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ നമ്മുടെ ആ കർത്തവ്യത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ അടുത്ത് അറിയാൻ സാധിക്കൂ, ഭഗവാന്റെ അടുത്ത് എടുത്താൻ സാധിക്കൂ. അപ്പം നമ്മളെ ഓരോരുത്തരും നമ്മുടെ 3-ാം അധ്യായത്തില്, ഭഗവത്ഗീത 3-ാം അധ്യായത്തില് 27-ാം ശ്ലോകം പറയുന്നുണ്ട്.
പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. ഈ ശ്ലോകത്തിൽ പറയുന്നത് മിഥ്യ അഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. ഇവിടെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇപ്പൊ അർജുനനെ പറ്റിയത് തന്നെ, കർമ്മം അദ്ദേഹം തന്നെ ചെയ്യുന്നെന്നുള്ളത് അദ്ദേഹത്തിന് തോന്നുന്നത്. ഭഗവാനെ അല്പസമയത്തൊക്കെ അദ്ദേഹം ചിലപ്പോൾ മറന്നുപോയിക്കായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വിചാരം കൊണ്ട്. അപ്പൊ ഈ ജോലികളൊക്കെ ചെയ്യുന്നത് ഈ ഇപ്പൊ ഒരുത്തനെ നമ്മൾ യുദ്ധം ചെയ്യുന്നത് തന്നെ പ്രകൃതിയുടെ ഗുണം, ആ ഗുണത്തിനനുസരിച്ച്, ആ ഗുണം എന്ന് പറഞ്ഞാൽ രജോ ഗുണമുള്ളവനെ യുദ്ധം ചെയ്യാൻ സാധിക്കൂ. അപ്പൊ അങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രകൃതി ആ ഗുണത്തിനനുസരിച്ചാണ് പ്രകൃതി നമ്മളെ കൊണ്ട് ജോലി ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് നമ്മളാണ് ചെയ്യുന്നത്, ഞാനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിന്റെ ഫലമൊക്കെ നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നരകം കിട്ടുന്നെങ്കിൽ ഇതിന്റെ പാപം നമ്മളാണ് അനുഭവിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ, ഈ പ്രവൃത്തി ചെയ്യുന്നത് നമ്മളെങ്കിലും അതിന്റെ പാപഫലം നമുക്ക് വരാതിരിക്കണമെങ്കിൽ ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ മുമ്പിൽ തന്നെ നിന്നുകൊണ്ടാണ് പറയുന്നത് യുദ്ധം ചെയ്തു എന്ന്. പിന്നെ അർജുനനെ യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല, യുദ്ധം ചെയ്താൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള ഈ ഗുണങ്ങൾ അനുസരിച്ച്, പ്രകൃതിയുടെ ഗുണം അനുസരിച്ചാണ് നമ്മളൊക്കെ ഓരോ പ്രവൃത്തിയിലും പെടുന്നത്. ആ പ്രവൃത്തി ഭഗവാന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ, ഭഗവാനെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ ഭഗവാനെ ഞാൻ അങ്ങക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാപഫലങ്ങളൊന്നും അതിൻ്റെ പാപഫലങ്ങൾ നമുക്ക് ആയിക്കൊണ്ടായിട്ട് വരത്തില്ല. അതുമാതിരി നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഫലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് ഇനി നമ്മൾ അടുത്ത് വരുന്ന ഗീതയുടെ ശ്ലോകങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഏതൊരു അവസരത്തിലും ഭഗവത് ധാമത്തിലേക്ക് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഭഗവാൻ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹവും നമുക്ക് അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം താഴെക്കടയിലുള്ള ശൂദ്രനായാലും ശരി, അതുപോലെ അതിൽ കൂടിയ വൈശ്യനായാലും ശരി, ക്ഷത്രിയനായാലും ശരി, അവരൊക്കെ ബ്രാഹ്മണനായാലും ശരി, അവരൊക്കെ പ്രവൃത്തിയിൽ കൂടുതൽ ഉയരണമെങ്കിൽ, അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി സത്വഗുണത്തിലുള്ളവൻ സത്വഗുണത്തിൽ നിന്നും ശുദ്ധ സത്വഗുണത്തിലോട്ട് പോകാനുള്ള പ്രവൃത്തി ചെയ്യണം. അതുമാതിരി ഓരോ വ്യക്തികളും അതിൻ്റെ ഉയർന്ന ഭാവത്തിലോട്ട്, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന ഭാവത്തിലേക്ക്, അതായത് പ്രേമഭാവത്തിൽ വരെ എത്താൻ വേണ്ടുന്നുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിലേ ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റൂ. അതിനുവേണ്ട സൗകര്യമൊക്കെ ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഭക്തനാണെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാനെ വിചാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ഡ്യൂട്ടി, അവനവൻ്റെ നിയത കർത്തവ്യം, ശൂദ്രനാണെങ്കിൽ ശൂദ്രന്റെ കർത്തവ്യം, അതുപോലെ തന്നെ ഏതായൊരു വ്യക്തിയായാലും ശരി അവരുടെ കർത്തവ്യം ആത്മാർത്ഥമായിട്ടും ഭഗവാൻ പറയുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരൊക്കെ ഉയർച്ച ഉണ്ടാകും, ഭഗവത് ധാമത്തിലോട്ട് പോവുകയും ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാനും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത്, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഓരോ വ്യക്തികളുടെ ഈ ധർമ്മം, അതായത് ഈ ഗുണം, പ്രകൃതിയുടെ ഗുണം അനുസരിച്ചിട്ട് അവരുടെ സ്വഭാവത്തിലും അവരുടെ കർമ്മങ്ങളിലും അവരുടെ ഭക്ഷണ രീതി, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും ഭഗവത്ഗീതയിലെ മുമ്പോട്ട് പോകുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടായാലും ശരി എല്ലാവരും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം. ഭഗവാൻ അർജുനോട് പറഞ്ഞ മാതിരി എന്നത് ചെയ്യാൻ പറയും, അതനുസരിച്ച് പ്രവർത്തിക്കണം. ഭക്തിമാർഗത്തിലോട്ട് നമ്മൾ ഉയരണമെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ശരിയായ വിധത്തിൽ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ. അർജുനൻ സാധാരണ വ്യക്തിയല്ല, അർജുനൻ കൃഷ്ണ ഭഗവാന്റെ ഭക്തനാണ്, ഏറ്റവും കൂടിയ ഭക്തൻ തന്നെയാണ്, സഹചാരി. കൃഷ്ണ ഭഗവാനുമായിട്ട് നടന്നു പോകാൻ, അല്ലെങ്കിൽ ഒരേ സമയത്ത് എന്തും പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന് സാഹചര്യം ഉണ്ടായത് അദ്ദേഹം ഏറ്റവും നല്ല ഭക്തനായത് കൊണ്ടാണ്.
ഈ ഭഗവത്ഗീത അദ്ദേഹത്തിന് ഉപദേശിച്ച് കൊടുക്കുന്നതിൻ്റെ റീസണും പറയുന്നത് എൻ്റെ ബന്ധുവും എൻ്റെ ഭക്തനുമായതുകൊണ്ടാണ് നിനക്ക് ഉപദേശിച്ച് തരുന്നതെന്നാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയും കൂടിയാണ് അർജുനൻ. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ സ്വധർമ്മത്തിൽ ഉറച്ചു നിന്ന് ജോലി ചെയ്യാൻ പറയുന്നുണ്ട്. ഇദ്ദേഹം ഭക്തനാണെങ്കിലും ശരി, അദ്ദേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ ഗുണമെന്ന് പറയുന്നത് രജോ ഗുണമാണ്. രജോ ഗുണമുള്ള വ്യക്തി, രജോ ഗുണം ഭക്തനായാലും അദ്ദേഹത്തിന്റെ ജോലി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ രജോ ഗുണികൾക്ക് യുദ്ധം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതുമാതിരി രാജ്യതന്ത്രജ്ഞത അത്യാവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഈ രജോ ഗുണികള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, രജോഗുണികൾ കൂടുതലും രാജാക്കന്മാർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനത്തുള്ളവരായിരിക്കും. അപ്പൊ അവരൊക്കെ തന്നെ അവരുടെ ഡ്യൂട്ടി യഥാക്രമം ചെയ്തുകൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണൻ അർജുനെ ഇതുപോലെ ഉത്തേജിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജോലിയെപ്പറ്റി, അദ്ദേഹത്തിന്റെ ധാർമ്മികമായ കർത്തവ്യത്തെ പറ്റി ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ഈ ശ്ലോകത്തെ പറ്റി എന്ന് പറയാനുള്ള തെറ്റുകളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാലും പറയാം. ഹരേ കൃഷ്ണ. സ്വധർമ്മം അതുകൊണ്ട് എല്ലാവരും കാത്തു സൂക്ഷിക്കുക, ഭഗവാനെയും ചിന്തിക്കുക. ഭഗവാൻ ഉണ്ടെങ്കിൽ സ്വധർമ്മം പൂർത്തീകരിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ഭഗവാൻ പറയുന്നതനുസരിച്ച്, ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ച് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം. ഭഗവാനെ എപ്പോഴും മനസ്സിൽ ഓർക്കുക, ഒരിക്കലും മറക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള മാർഗം. ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ള വലിയ വലിയ ഭാഗങ്ങൾ ഇനി അങ്ങോട്ട് കിടക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഭഗവത്ഗീതയിലായാലും ശരി, ഭാഗവതത്തിലായാലും ശരി, ഇപ്പം നമ്മളൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ട്. ഭാരതം, മഹാഭാരതം, ചൈതന്യ ചരിതാമൃതം, ഭഗവത്ഗീത, ഭാഗവതം. എനിക്ക് തോന്നുന്നു ചിലരൊക്കെ നാരായണീയവും പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ എല്ലാം ആത്മീയമായിട്ട് നമ്മൾ ഒരുപാട് വരാൻ വേണ്ടിയുള്ള സൗകര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഗ്രൂപ്പില്. എന്തായാലും കഥാമൃത പ്രഭുവിൻ്റെയും ഐശ്വര്യ മാതാജിയുടെയും അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ഭക്തിമാർഗത്തിൽ വരാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഇത്രയെന്നുള്ളു പറയാൻ. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തെ പറ്റി കുറച്ചുകൂടെ വിശദീകരിക്കാനൊക്കെ കാണും ഉയർന്ന ലെവലില്. നമ്മുടെ ലെവലില് ഇത്രയൊക്കെ മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജിക്ക് ഉണ്ടോ? മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഉണ്ട് പ്രഭു, ഉണ്ട് കേൾക്കുന്നുണ്ട്. അത് ഞാൻ അപ്പൊ നിർത്താം, മതി. ഓ, നന്നായിട്ടുണ്ടായിരുന്നു പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ആരോ ഒരു മാതാജി മാത്രം, ആശാ മാതാജി അല്ലേ പറയുന്നു. വേറെ ഒരു മാതാജിയും കാണുന്നില്ലല്ലോ. എല്ലാരും ഉണ്ട് പ്രഭു, എല്ലാരും ഉണ്ട്. ഇന്ദിര മാതാജി ഉണ്ട്. ആരും കേൾക്കുന്നില്ല. എല്ലാരും ഉണ്ട് പ്രഭു, എല്ലാരും ഉണ്ട്. എല്ലാരും കേൾക്കുന്നില്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ എല്ലാരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജിമാർക്ക് എല്ലാവർക്കും, എല്ലാ ഭക്തർക്കും ഭക്തന്മാർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു? ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ജാനു